4 ചുമരുകൾക്കുള്ളിൽ തളർന്നുപോയ ശരീരത്തിൽ ഉള്ളു ചുട്ടുപഴുത്ത മറ്റുള്ളവരിലേക്ക് നിലാവെളിച്ചത്തിന്റെ പ്രഭ ചൊരിയുന്ന എഴുത്തുകാരി ജ്യോതി ശ്രീനിവാസന്റെ ഒറ്റമുറിയിലെ സൂര്യൻ എന്ന ആത്മകഥാക്കുറിപ്പുകൾ പ്രകാശനം ചെയ്തു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഗോവിന്ദൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് വിഇഒ ജിഷ മുഹമ്മദിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സൂര്യൻ നമുക്കറിയാം, പ്രകൃതിയുടെ എല്ലാ ഊർജത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണ് സൂര്യൻ. സൂര്യൻ, വെള്ളം, വായു, ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ വെള്ളത്തിനെയും വായുവിനെയും ഒക്കെ ഈ സമതുലന സ്ഥിതിയിൽ നിർത്തുന്നത് അദ്ദേഹമാണ്. പ്രകൃതിയുടെ ഊർജത്തിൻ്റെ സ്ഥിരകേന്ദ്രമായിട്ടുള്ള സൂര്യൻ. ആ സൂര്യൻ നമ്മുടെ സഹപാഠി, നമ്മുടെ കൂട്ടായ്മയുടെ അംഗവുമായ ജ്യോതിയുടെ ജീവിതത്തിൻ്റെ പ്രയാണങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, യാതനകളുടെ, ദുഃഖങ്ങളുടെ ഒക്കെ ആകത്തുകയായി ആ സൂര്യനെ വളർത്തിയെടുത്ത കഴിവാണ് ജ്യോതിക്കുള്ളത്. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ ജയൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അനിൽ പെണ്ണുക്കര, എം ഇക്ബാൽ, AS ദിനേശ് എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരി ജ്യോതി ശ്രീനിവാസൻ മറുമൊഴി പ്രസംഗം നടത്തി.